പ്രളയകാലാഗ്നിസ്വരൂപിണി ദുർഗതൻ ഇടിലത്തിലവതാരമാർന്ന ചാമുണ്ടികേ സകല വിജയങ്ങൾക്കും ആധാരഭൂതയായി ഇവിടെ വാണരുളും. കേരളത്തിൽ ഒരു BJP തരംഗം അലയടിക്കുകയാണ്. ഇതിന്റെ എല്ലാം തന്നെ സൂചനകളാണ് പാർട്ടികളുടെ, അതായത് ഇടതുമുന്നണിയുടെയും വലതുമുന്നണിയുടെയും പരസ്പരമുള്ള പഴിചാരലുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, ഇക്കുറി BJPക്ക് വലിയ പ്രതീക്ഷയാണ് കേരളത്തിലുള്ളത്. അത് കേവലം ഒരു സീറ്റ് എന്നതല്ല, 2 സീറ്റുകൾ തീർച്ചയായും സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള ഒരു അമിത വിശ്വാസം യഥാർത്ഥത്തിൽ BJPക്ക് ഇക്കുറി ഉണ്ട് എന്നുള്ളതും ചില പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. അതായത് കേരളത്തിൽ BJP അക്കൗണ്ടുകൾ തുറക്കാൻ പോവുകയാണ്. അത് 2 അക്കൗണ്ടുകൾ തുറക്കാൻ പോവുകയാണ്. മാത്രമല്ല, ഇങ്ങ് ദക്ഷിണേന്ത്യയിൽ BJPക്ക് അനുകൂലമായ ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതും പ്രത്യേകിച്ച് കേരളത്തിൽ എന്നുള്ളതിന്റെ വലിയ സൂചനകളാണ് ഇന്ന് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കാണിച്ചു തരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇതിനുള്ള ശ്രമം BJP തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ചില പാകപ്പിഴലുകളെല്ലാം തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് അത് നടപ്പിലാക്കുന്ന, അതായത് ഈ ഒരു അജണ്ട നടപ്പിലാക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും സംസ്ഥാന നേതൃത്വത്തിന്. അതായത് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സ്വപ്നമുണ്ട്, പക്ഷെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അത്തരമൊരു പിഴവുകൾ ഇനി വേണ്ട എന്ന് കണ്ടുകൊണ്ട് തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതെല്ലാം തന്നെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഇക്കുറി ദേശീയ നേതാക്കൾ തന്നെ കളത്തിലിറങ്ങിയത്. അതായത് ആദ്യം അമിത്ഷാ എത്തുന്നു, അതിനുശേഷം നരേന്ദ്രമോദി എത്തുന്നു. നരേന്ദ്രമോദി 2 തവണകളായി എത്തുന്നു. പിന്നീട് നരേന്ദ്രമോദി നാളെയും എത്തുന്നു. മറ്റന്നാളും നാളെയുമായിട്ട് എല്ലാം തന്നെ കേരളത്തിൽ അദ്ദേഹം പ്രചരണം നടത്തുകയാണ്. ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് കേരളം കൈക്കലാക്കുക എന്ന് പറയുന്നത് ദേശീയ നേതൃത്വത്തിന്റെ അജണ്ട തന്നെയാണ്. യാതൊരു പ്രതീക്ഷയില്ലാതെ അമിത്ഷാ ആണെങ്കിലും നരേന്ദ്രമോദി ആണെങ്കിലും കേരളത്തിൽ ഇത്തരത്തിലൊരു പ്രചരണം നടത്തുകയില്ല എന്നുള്ളതും തന്നെയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ 2 സീറ്റുകൾ നേടുമെന്ന് പറയുന്നതും BJPക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ വി മുരളീധരനോ അല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. എന്നാൽ പലപ്പോഴായിട്ട് കെ സുരേന്ദ്രനാണ് കേരളത്തിൽ സീറ്റുകൾ തുറക്കുമെന്നും അല്ലെങ്കിൽ 35 സീറ്റുകൾ നേടിക്കഴിഞ്ഞ് കേരളം തങ്ങൾ ഭരിക്കുമെന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കെ സുരേന്ദ്രനാണ്. പക്ഷേ സുരേന്ദ്രന്റെ വാക്കുകൾക്ക് അത്ര കണ്ട് തന്നെ പ്രാധാന്യം കേരളം നൽകിയിരുന്നില്ല. അത്ര കണ്ട് തന്നെ പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് ചരിത്രവും കാണിച്ചു തരുന്നത്. പക്ഷേ ഇക്കുറി അതെല്ലാം തന്നെ പറയുന്നത് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. നരേന്ദ്രമോദി അങ്ങനെ വെറും വാക്ക് പറയുമോ എന്നുള്ളൊരു സംശയം കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നരേന്ദ്രമോദിയുടെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 2 മണ്ഡലങ്ങൾ തങ്ങൾ സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതെല്ലാമാണ് ആ 2 മണ്ഡലങ്ങൾ എന്നുള്ളൊരു ചോദ്യം പ്രത്യേകിച്ചും കേരളത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ വളരെ വലിയ സജീവ ചർച്ചയായി മാറുന്നുണ്ട്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇടത് അല്ലെങ്കിൽ വലത്, അതിലപ്പുറത്തേക്ക് കേരളത്തിനൊരു ചിന്തയെ ഉണ്ടായിരുന്നില്ല. തങ്ങൾ ആരെങ്കിലും മാറി മാറി ഭരിക്കുക, അത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ട കാര്യം. മറ്റൊന്നും മാറ്റി ചിന്തിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറല്ല, അതിന് ഉൾക്കൊള്ളാൻ പോലും ജനങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു സവിശേഷതയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇക്കുറി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി 2 തവണ തൃശ്ശൂരിലെത്തുന്നു. അദ്ദേഹം പ്രത്യേകിച്ചും സുരേഷ് ഗോപിയുടെ തീർത്തും വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിലെത്തുകയും ആ കല്യാണത്തിനെത്തിയ മറ്റ് വധുവരന്മാരെ അനുഗ്രഹിക്കുകയും കൂടി ചെയ്യുന്നത് അത് രാഷ്ട്രീയത്തിനും അപ്പുറത്തെ ഒരു പുതിയ ഒരു രാഷ്ട്രീയം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം അവിടെ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികളെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംസാര വിഷയമായിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒരർത്ഥത്തിൽ നരേന്ദ്രമോദി അങ്ങ് തേക്കുംകാട് മൈതാനത്തെത്തിക്കൊണ്ട് നാരിശക്തിയെക്കുറിച്ച് 2 ലക്ഷത്തോളം സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് സംസാരിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് യഥാർത്ഥത്തിൽ ആ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനത്തിന് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതെല്ലാം തന്നെ കാണിച്ചു തരുന്നത് BJPയുടെ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്കുള്ള ഒരു വ്യത്യസ്തമായ രാഷ്ട്രീയ രീതിയാണ്, രാഷ്ട്രീയ അജണ്ടയാണ്, രാഷ്ട്രീയ നടത്തിപ്പ് തന്നെയാണ്. പലപ്പോഴും കേരളത്തിലെ പാർട്ടികൾക്ക്, അതായത് ഇടതിനാണെങ്കിലും വലതിനാണെങ്കിലും നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നതും ഈ പ്രത്യേക രാഷ്ട്രീയ അജണ്ട തന്നെയാണ്. അത് തന്നെയാണ് കേരളത്തിൽ ഇക്കുറി BJP കളത്തിലിറക്കുന്നതും. എന്ത് തന്നെയാണെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ ശേഖരിക്കുക എന്ന് പറയുന്നതിൽ പലപ്പോഴും BJPക്ക് പാളിച്ചു പറ്റിയിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ ഒരർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ചർച്ചയായി മാറുന്നതിന് മുൻപേ
തന്നെ യഥാർത്ഥത്തിൽ BJP അതിനുള്ള ശ്രമം തുടങ്ങി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ കൊടുമ്പിരി കൊണ്ട സാഹചര്യത്തിൽ ഈ പറഞ്ഞ എല്ലാ നീക്കങ്ങളും പാഴായിപ്പോയി എന്ന നിലയിലേക്ക് വന്നു. ക്രൈസ്തവ സഭകളെല്ലാം തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ടുകൾ ഇനി കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ യഥാർത്ഥത്തിൽ BJPക്ക് ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ കളം മാറ്റി ചവിട്ടുക തന്നെയാണ് ഇക്കുറി BJP ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും നാളെ ആലത്തൂരും പാലക്കാടുമായിട്ട് പ്രധാനമന്ത്രി ഉണ്ടാകും. അതിനുശേഷം പത്തനംതിട്ടയിലും അദ്ദേഹത്തിന്റെ നിറസാന്നിധ്യം തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ദേശീയ നേതൃത്വത്തിൽ നിന്നും ഇത്ര വലിയ രീതിയിലുള്ള ഒരു പ്രചരണം വരുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇനി BJPയുടെ പ്രതീക്ഷകൾ ഏറെയുള്ള ആ 2 ലോക്സഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും BJP ഇക്കുറി പ്രതീക്ഷിക്കുന്ന 4 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ആ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ 2 എണ്ണം മാത്രമാണ് അവർ തീർച്ചയാക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ 4-ൽ ഏതാണ് ആ 2 എന്നുള്ള സ്വാഭാവികമായ ചോദ്യം അവിടെ വീണ്ടും പ്രസക്തമാണ്. ഒന്ന് എന്ന് പറയുന്നത് സ്വാഭാവികമായി അത് തൃശ്ശൂർ തന്നെയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം എന്ന നിലയിലേക്ക് തൃശ്ശൂർ വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം എന്ന് പറയുന്നത്. കാരണം പലപ്പോഴായിട്ട് BJP തങ്ങളുടെ അജണ്ടകളെല്ലാം തന്നെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ്. തൃശ്ശൂർ അതിനുള്ള അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ മണ്ണ് അതിനെല്ലാം തന്നെ പാകപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. പ്രത്യേകിച്ച് തേക്കുംകാട് മൈതാനം എന്ന് പറയുന്നത് BJPയുടെ അത്തരത്തിലുള്ള പരീക്ഷണശാലകൾക്കെല്ലാം തന്നെ അനുയോജ്യമായ വിധം പാകപ്പെടുത്താനായിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. ഇനി രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൈലന്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ തീർത്തും മൗനമായ രീതിയിൽ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തിയ ഒരു ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരി കൂടിയാണ്. അവിടെ ശശി തരൂർ ഇക്കുറി 4ാം തവണയും വിജയിച്ചു വരുമോ എന്നുള്ള പ്രതീക്ഷകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇടുത്തി പോലെയായിരുന്നു യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നുവരവെന്ന് പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്ന സാഹചര്യത്തിൽ സംസ്ഥാന നേതാക്കൾ ആരും തൃപ്തരായിരുന്നില്ല എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആരംഭിച്ച സമയത്ത് യഥാർത്ഥത്തിൽ ശശി തരൂരിന് പോലും ഒരു വെല്ലുവിളി ഉയർത്തുന്നെന്ന് തരൂരിന് പോലും തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളെല്ലാം തന്നെ. തീരദേശ മേഖലകളിലെ വോട്ടുകളെല്ലാം തന്നെ തരൂരിന് സ്വന്തമാക്കാൻ സാധിക്കുകയില്ല. അതൊരു പക്ഷേ പന്ന്യൻ രവീന്ദ്രന് സ്വന്തമാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി വീശാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ എത്തുന്നത്. മാത്രമല്ല തീരദേശ ജനതയ്ക്ക് വാക്ക് കൊടുത്ത പോലെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കുറി ആ തീരദേശം യഥാർത്ഥത്തിൽ BJPക്ക് ഒപ്പമോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാകുന്നുണ്ട്. വലിയ ആശങ്കയും ആകാംക്ഷയും ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരിന്റെ പ്രൗഢി കുറഞ്ഞോ എന്നുള്ള ഒരു സ്വാഭാവികമായ സംശയമുണ്ട്. ആ സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൗഢി അല്പം കൂടിയോ എന്നുള്ള ഒരു വലിയൊരു ചോദ്യവും അവിടെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരും തിരുവനന്തപുരവും മാറ്റി നിർത്തിയാൽ ഇനി ആലപ്പുഴയും ആറ്റിങ്ങലുമാണ്. ആലപ്പുഴയും ആറ്റിങ്ങലിനെയും ശക്തി പകരുന്നത് യഥാർത്ഥത്തിൽ V മുരളീധരനേക്കാൾ കൂടുതൽ ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. കാരണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി V മുരളീധരൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അതിനുള്ള ഒരു ഉറപ്പ് നേടിക്കൊടുത്തത്, ആ ശക്തി നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടിക്കൊണ്ട് ആറ്റിങ്ങൽ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തിന് ദേശീയ തലത്തിൽ ഒരു ശ്രദ്ധ നൽകാനും കേരളത്തിൽ തന്നെ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാനും സാധ്യത ഉണ്ടാക്കുന്ന തലത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി അവിടെ V മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വോട്ടുകൾ അല്പം കൂടുതൽ കിട്ടാനുള്ള സാധ്യത ഏറെയാണ് ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ KC വേണുഗോപാൽ തന്നെ ഇക്കുറി മത്സരിച്ച് വിജയിക്കുമെന്നുള്ള വലിയ ഒരു KC അനുകൂല കാറ്റുകളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഒട്ടും പിന്നിലല്ല മാരിഫ എന്ന് പറയുന്ന വലിയൊരു പ്രചരണം കൂടി അല്ലെങ്കിൽ അത്തരം ഒരു കാറ്റ് കൂടി അന്തരീക്ഷത്തിലുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ കടന്നു വരുമ്പോൾ ശോഭാ സുരേന്ദ്രനും ഒട്ടും മോശക്കാരിയല്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം 2 അല്ല 4 തന്നെയാണ് അക്കങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ നിൽക്കുന്നത്. 4 ലോക്സഭാ മണ്ഡലങ്ങളാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ആലപ്പുഴ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം, തൃശ്ശൂർ, അതിൽ ഏതെങ്കിലും 2 മാത്രമാണ് ഇക്കുറി അവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ 2 ലോക്സഭാ മണ്ഡലങ്ങൾ ഒരുപക്ഷെ തിരുവനന്തപുരവും തൃശ്ശൂരും തന്നെ ഇക്കുറി നേടാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോഴുണ്ട്.